നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിപിഐയുടെ മുതിർന്ന നേതാവും പീരുമേട് MLAയുമായ വാഴൂർ സോമൻ അന്തരിച്ചു. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള ഹൃദയ ചികിത്സയ്ക്കുള്ള സൗകര്യം ഹൈറേഞ്ചിൽ ഇപ്പോഴും അന്യം. ഹൃദയ ചികിത്സയ്ക്ക് അയൽ ജില്ലകളെ ആശ്രയിക്കണം. ലൈഫ് ഭവന പദ്ധതി നിഷേധിക്കുന്നതായി പരാതി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴി 2ാം ഡിവിഷനിൽ പ്രിയദർശിനി കോളനി നിവാസി സ്വാമി സാമുവേലാണ് ചോർന്നൊലിക്കുന്ന വീട്ടിൽ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുന്നത്. വട്ടവടയിലെ നിർദ്ദിഷ്ട നീലക്കുറിഞ്ഞി ഉദ്യാനം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ വട്ടവട നിവാസികൾ. പ്രത്യേക സസ്യത്തിന്റെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന ദേശീയോദ്യാനമാണിത്. ഒരു ദുഃഖവാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. CPIയുടെ മുതിർന്ന നേതാവും പീരുമേട് MLAയുമായ വാഴൂർ സോമൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് യോഗത്തിൽ കുഴഞ്ഞു വീണു. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റി. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇടുക്കി ജില്ലയിൽ CPIയുടെ മുഖമായിരുന്നു വാഴൂർ സോമൻ. അരപ്പതിറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തന ജീവിതമാണ് വാഴൂർ സോമന് ഇടുക്കി ജില്ലയിലുള്ളത്. AITUC പ്രസ്ഥാനത്തെ വളർത്തുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ആളുകൂടിയാണ് വാഴൂർ സോമൻ. വർഷമിത്ര പിന്നിട്ടിട്ടും ജനവാസം വർദ്ധിച്ചിട്ടും ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള ഹൃദയ ചികിത്സയ്ക്കുള്ള സൗകര്യം ഹൈറേഞ്ചിൽ ഇപ്പോഴും അന്യം. ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ പോലും സാധാരണക്കാർക്ക് ഹൃദയ ചികിത്സ ലഭ്യമാകണമെങ്കിൽ കിലോമീറ്ററുകൾ ഏറെ സഞ്ചരിക്കണം. യാത്രയ്ക്കായി മണിക്കൂറുകൾ ഏറെ താണ്ടണം. യാത്രക്കിടയിൽ ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്നവരുമുണ്ട്. ദിവസവും ഹൈറേഞ്ചിൽ നിന്ന് മലയിറങ്ങി അയൽ ജില്ലകളിൽ ഹൃദയ ചികിത്സ തേടുന്നവർ നിരവധിയാണ്. ഹൈറേഞ്ച് മേഖല കേന്ദ്രീകരിച്ച ഏറ്റവും ഫലവത്തായ രീതിയിൽ സർക്കാർ സംവിധാനത്തിൽ ഹൃദയ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾക്ക് മെച്ചപ്പെട്ട നിലയിൽ ഹൃദയ ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ കോട്ടയവും എറണാകുളവും അടക്കമുള്ള അയൽ ജില്ലകളെ ആശ്രയിക്കേണ്ടുന്ന ഗതികേടിലൂടെയാണ് കടന്നുപോകുന്നത്. വട്ടവടയും മറയൂരും ഇടമലക്കുടിയും മൂന്നാറും അടങ്ങുന്ന ഇടങ്ങളിൽ നിന്നും ആളുകൾക്ക് രോഗികളുമായി അടിമാലിയിൽ എത്തണമെങ്കിൽ തന്നെ 30 മുതൽ 100 കിലോമീറ്റർ വരെ സഞ്ചരിക്കണം. അടിമാലിയിൽ നിന്നും അയൽ ജില്ലകളിൽ എത്തണമെങ്കിൽ പിന്നെയും സഞ്ചരിക്കണം 100 കിലോമീറ്ററിന് മുകളിൽ. ഈ സാഹചര്യത്തിലാണ് ഹൈറേഞ്ച് മേഖലയിൽ തന്നെ കാർഡിയോളജി ചികിത്സയ്ക്കുള്ള സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് ശക്തി ആർജിക്കുന്നത്. കാന്തല്ലൂര്, വട്ടവട, മറയൂര്, അതുപോലെ മൂന്നാർ, പിന്നെ ഇടമലക്കുടി ട്രൈബ് മേഖല, ഇവിടെ നിന്നുള്ള ആളുകളെല്ലാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് വരെ യാത്ര ചെയ്ത് എത്തിയാൽ മാത്രമേ അവർക്ക് ചികിത്സ ലഭ്യമാവുകയുള്ളൂ. ഇടുക്കി ജില്ലയിൽ ഈ പറയുന്ന മേഖലകളിൽ നിന്നും മറ്റ് അസുഖങ്ങൾക്ക് ആശ്രയിക്കുന്നത് അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലാണ്. ഇവിടെ അത്യാവശ്യമായിട്ടൊരു കാർഡിയോളജി വിഭാഗം തന്നെ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ പറയുന്ന ദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കോട്ടയം വരെ യാത്ര ചെയ്യുമ്പോൾ മിക്കവർക്കും അത് വലിയ അപകടങ്ങളിലേക്കാണ് എത്തുന്നത്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു രോഗിക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഹൈറേഞ്ചുകാർക്ക് അതിനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് രോഗികളുടെ ബന്ധുമിത്രാദികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല. ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്രക്കിടയിൽ ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്നവരുമുണ്ട്. ദിവസവും ഹൈറേഞ്ചിൽ നിന്ന് മലയിറങ്ങിയ അയൽ ജില്ലയിൽ ഹൃദയ ചികിത്സ തേടുന്നവർ നിരവധിയാണ്. ഹൃദയ ചികിത്സ തേടിയുള്ള യാത്രയ്ക്കായി വേണ്ടുന്ന സമയത്തിനും ദുരിതത്തിനുമൊപ്പം സാധാരണക്കാർ കണ്ടെത്തേണ്ടി വരുന്ന അധിക സാമ്പത്തിക ചെലവും ഹൈറേഞ്ച് മേഖലയിൽ ക്രമീകരിക്കേണ്ടുന്ന ഹൃദയ ചികിത്സയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. ലൈഫ് ഭവന പദ്ധതി നിഷേധിക്കുന്നതായി പരാതി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴി 2ാം ഡിവിഷനിൽ പ്രിയദർശിനി കോളനി നിവാസി സ്വാമി സാമുവലാണ് ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും അടച്ചുറപ്പുള്ള ഒരു ഭവനത്തിനായി വർഷങ്ങളായി കാത്തിരിക്കുന്നത്. മാറി മാറി വരുന്ന ഭരണ നേതൃത്വങ്ങൾ തനിക്ക് നേരെ കാട്ടുന്ന അവഗണനയ്ക്ക് പരിഹാരം കാണുന്നില്ലെന്നും പരാതി. ഒരു വിശ്വാസത്തിൽ ചേർന്നതിനാൽ പട്ടികജാതി വിഭാഗക്കാരനായ സ്വാമിക്ക് ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. ഇത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഗ്രാമ്പി വെടിക്കുഴി 2ാം ഡിവിഷൻ പ്രിയദർശിനി കോളനി നിവാസി സ്വാമി സാമുവലും കുടുംബവും താമസിക്കുന്ന വീടാണ്. മഴക്കാലമായാൽ വീട്ടാവശ്യത്തിന് ജലം ശേഖരിക്കുന്നതിന് പുറത്തു പോകേണ്ട ആവശ്യമില്ല. കാരണം കാലപ്പഴക്കത്താൽ ചോർന്നൊലിക്കുന്നതാണ് മേൽക്കൂര. 1995 സ്വാമിക്ക് ഭവന നിർമ്മാണത്തിനായി പട്ടികജാതി ക്ഷേമ ബോർഡിൽ നിന്ന്
35,000 രൂപ ലഭിക്കുന്നത്. തുടർന്ന് പരിമിതമായ തുകയിൽ ഷീറ്റുമേഞ്ഞ വീട് നിർമ്മിച്ചു. പിന്നീട് കാലപ്പഴക്കത്താൽ വീട് വാസയോഗ്യമല്ലാതായി തീർന്നതോടെയാണ് ഭവന പദ്ധതിയിൽ തനിക്കും ഭാര്യയ്ക്കും കൊച്ചുമക്കൾക്കും അടച്ചുറപ്പുള്ള ഒരു ഭവനത്തിനായി ഗ്രാമപഞ്ചായത്ത് അധികൃതരെ സമീപിച്ചത്. കഴിഞ്ഞ 30 വർഷക്കാലമായി ഭവന നിർമ്മാണ പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിനായുള്ള കാത്തിരിപ്പ് നീളുകയാണെന്ന് സാമി സ്വാമുവൽ പറയുന്നു. കാലപ്പഴക്കത്താൽ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് താനും കുടുംബവും അന്തിയുറങ്ങുന്നതെന്നും സുരക്ഷിതമായും അടച്ചുറപ്പുള്ളതുമായ ഒരു ബാത്റൂം പോലും തങ്ങൾക്കില്ല എന്നും ബാത്റൂം നിർമ്മാണത്തിന് പോലും സഹായം ലഭിക്കുന്നില്ല എന്നുമാണ് സ്വാമിയുടെ പരാതി. കുറേ വർഷാവർഷം ഈ മഴക്കാലത്ത് എൻ്റെ പേരക്കുട്ടികളും ഞാൻ എൻ്റെ പെണ്ണുപിള്ളയും എൻ്റെ മോളും പിള്ളേരും ഈ വെള്ളം കോരി ഒഴിച്ചിട്ടാണ് ഇവിടെ തൂത്ത് തുടച്ചിട്ടാണ് ഇവിടെ കിടന്നുറങ്ങുന്നത്. അന്തി ഉറങ്ങുന്ന സമയത്ത് ആ അന്തി ഉറങ്ങുന്ന ആ ഉറക്കവേലും നമുക്ക് സ്വസ്ഥമായിട്ട് തരണം. നിങ്ങൾ അത് നോക്കുക. എസ്റ്റേറ്റ് തൊഴിലാളികളായ ഈ കുടുംബം ശമ്പളം ലഭിക്കാത്ത അവസ്ഥയിൽ നട്ടം തിരിയുമ്പോഴും ജീർണിതാവസ്ഥയിലുള്ള ഭവനത്തിലാണ് കഴിയുന്നത്. PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനാൽ പട്ടയഭൂമിയല്ലാത്തതിനാൽ ധനസഹായം അനുവദിക്കുവാൻ കഴിയില്ലെന്ന് അധികൃതർ പറയുന്നതായാണ് സ്വാമി പറയുന്നത്. എന്നാൽ തന്റെ സമീപവാസികളായവർക്ക് പട്ടയമില്ലാതെ എങ്ങനെ ഭവന നിർമ്മാണ ധനസഹായം ലഭ്യമായി എന്നുമാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. പട്ടികജാതി വിഭാഗക്കാരായ കുടുംബത്തിൽ തന്റെ ഭാര്യ പെന്തക്കോസ്ത് ആരാധനയ്ക്ക് പോകുന്നതോടെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നുമില്ലെന്നാണ് പരാതി. പട്ടയത്തിന് അപേക്ഷ നൽകി 2 വർഷമായി കാത്തിരിക്കുകയാണ് സ്വാമിയും കുടുംബവും. ഭവന നിർമ്മാണ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കാത്തതിനാൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഇവർ. സിറ്റി വിഷൻ, ഉപ്പുതറ. വട്ടവടയിലെ നിർദ്ദിഷ്ട നീലക്കുറിഞ്ഞി ഉദ്യാനം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തെയും നീലക്കുറിഞ്ഞിയെയും ഒരുപോലെ സംരക്ഷിക്കുന്നതിനായാണ് പ്രത്യേക ഉദ്യാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 2006-ൽ വനം മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി. 2007 ഡിസംബറിൽ ഉദ്യാനം ഉൾപ്പെടുന്ന ഭൂമിയുടെ സർവേ നമ്പറുകൾ ഉൾപ്പെടുത്തി സർക്കാർ വിജ്ഞാപനമിറക്കി. ഒരു പ്രത്യേക സസ്യത്തിന്റെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന ദേശീയോദ്യാനമാണ് ഇത്. വട്ടവടയിലും കൊട്ടാക്കമ്പൂരിലുമായി ദേവികുളം താലൂക്കിൽ ഏകദേശം 8,000 ഏക്കറോളം ഭൂമിയിലാണ് ഉദ്യാനം ഒരുക്കുന്നത്. ഭൂമിയുടെ സർവേ നടപടികൾ പൂർത്തിയാക്കി അതിർത്തി നിർണയിച്ച സെറ്റിൽമെന്റ് ഓഫീസറായ ദേവികുളം സബ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പ്രഖ്യാപനം നടത്തി 10 വർഷത്തിന് ശേഷമാണ് സർവേ നടപടികൾ പൂർത്തിയാക്കുന്നത്. വട്ടവട, കൊട്ടാക്കമ്പൂർ വില്ലേജുകളിലെ 58, 62 ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന റവന്യൂ വനം ഭൂമിയിലാണ് ഉദ്യാനം സ്ഥാപിക്കുന്നത്. 2017-ൽ 3-അംഗ മന്ത്രിതല സംഘം പ്രദേശം സന്ദർശിച്ചിരുന്നു. ഇവിടുത്തെ പട്ടയഭൂമി ഉദ്യാനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കും. അതിർത്തി നിർണയിച്ചതോടെ ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കും. നിലവിൽ പ്രദേശത്ത് കാര്യമായി നീലക്കുറിഞ്ഞിയില്ല. വട്ടവട, കൊട്ടാക്കമ്പൂർ, കമ്പക്കല്ല്, കടവരി പ്രദേശത്തുള്ള യൂക്കാലിത്തോട്ടങ്ങൾ ഉൾപ്പെടുന്ന റവന്യൂ ഭൂമിയും വനഭൂമിയുമാണിത്. യൂക്കാലി മരങ്ങൾ വെട്ടി നീക്കിയതിനു ശേഷം നീലക്കുറിഞ്ഞി വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഉദ്യാനം യാഥാർത്ഥ്യമാകൂ. നീലക്കുറിഞ്ഞി ഉദ്യാനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും നിലനിന്നിരുന്നു. സർക്കാർ വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്ന സർവേ നമ്പറുകളിൽ പട്ടയഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണവുമായി ഒട്ടേറെ പേർ രംഗെത്തിയതോടെ ഉദ്യാനം വിവാദമായി മാറി. 450-ലേറെ പേർ പരാതിയുമായി വന്നു. നാട്ടുകാർ ഭൂസംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭം സംഘടിപ്പിച്ചു. സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടർ പലതവണ സിറ്റിംഗ് നടത്തിയെങ്കിലും പരാതി പൂർണ്ണമായി പരിഹരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട ഭൂമിയിൽ വനംവകുപ്പ് അധികാരം സ്ഥാപിച്ചതോടെ കർഷകരുടെ പട്ടയഭൂമിയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അസാധ്യമായി. പഞ്ചായത്തിന്റെ റോഡ്, പാലം തുടങ്ങിയവയുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വനംവകുപ്പ് തടഞ്ഞിരുന്നു. പട്ടയഭൂമിയുമായുള്ള അതിർത്തി നിർണയം പൂർത്തിയായതോടെ തർക്കങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് സൂചന. സിറ്റി വിഷൻ, മൂന്നാർ. കട്ടപ്പന നഗരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയുമായി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ. ഇതിന്റെ ആദ്യപടിയായി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന KSEB ഓഫീസിലെത്തി നിവേദനം നൽകി. കട്ടപ്പന നഗരത്തിൽ ഇടവിട്ട ദിവസങ്ങളിൽ വൈദ്യുതി ലൈൻ അറ്റകുറ്റപ്പണികളുടെ പേരിൽ മുഴുവൻ സമയ വൈദ്യുതി മുടക്കത്തിന് പുറമെ അപ്രഖ്യാപിത വൈദ്യുതി മുടക്കവും പതിവായി മാറിയിരിക്കുകയാണ്. ഇതുമൂലം കട്ടപ്പനയിലെ വ്യാപാര മേഖലയും പൊതുജനങ്ങളും കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. പരാതി ബോധിപ്പിക്കുവാനായി കട്ടപ്പന KSEB ഓഫീസിലേക്ക് വിളിച്ചാൽ തീർത്തും നിരുത്തരവാദിത്തപരമായ മറുപടിയോ അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കുകയോ ചെയ്യുന്ന സമീപനമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ഈ ഓണക്കാലത്ത് പോലും നിരുത്തരവാദിത്വത്തോടെയുള്ള കട്ടപ്പന KSEBയുടെ നീക്കം പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുകയാണെന്നും ഇവർ പറയുന്നു. ഇവർ പറയുന്നു മെയിൻ്റനൻസിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഓണക്കാലത്ത് നമുക്കതിനെ അതിജീവിച്ചേ മതിയാവും. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിവേദനം സമർപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ആദ്യപടിയായി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന KSEB ഓഫീസിലെത്തി നിവേദനം കൈമാറി. അടിയന്തരമായി വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ
ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുവാനാണ് തീരുമാനം. ഓണസമയത്ത് വിപണി പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യാപാരികൾക്ക് അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, കട്ടപ്പന. മുണ്ടേരിമ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി അജ്ഞാത വാഹനം ഇടിച്ചു തകർത്തതോടെ യാത്രികർ അപകട ഭീഷണിയിൽ. കുത്തിറക്കത്തിലുള്ള പാലത്തിൽ ഇപ്പോൾ റിബൺ വലിച്ചുകെട്ടി താൽക്കാലികമായി സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ. എന്നാൽ അപകടം കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. അധികൃതർ വിവരം അറിഞ്ഞിട്ടും ഉറക്കം നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ശനിയാഴ്ച രാത്രിയാണ് സംരക്ഷണ ഭിത്തി തകർന്ന ഇടിയുടെ ആഘാതത്തിൽ ഭിത്തിയുടെ ഭാഗങ്ങൾ ആറ്റിൽ പതിച്ചത്. ഇപ്പോൾ പ്രദേശവാസികൾ ഇവിടെ താൽക്കാലികമായി റിബൺ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. കോമ്പയാർ ഭാഗത്തു നിന്നും മുണ്ടിയെരുമയിലേക്ക് വേഗത്തിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് സുരക്ഷാ കവചമായിരുന്നു പാലത്തിന്റെ ഈ ഭാഗത്തെ സംരക്ഷണ ഭിത്തി. ഇത് നഷ്ടപ്പെട്ടതോടെ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ, പുഴയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തൊട്ടടുത്തുള്ള നടപ്പാതയും തുരുമ്പെടുത്ത് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഒരു അപകടത്തിൽ ഈ കലുങ്ക് ഇടിച്ചു തകർത്തുകൊണ്ട് വണ്ടി എന്തോ ഭാഗ്യത്തിന് നിന്നു എന്ന് പറഞ്ഞാൽ മതി. കലുങ്കിൻ്റെ ഭാഗങ്ങളെല്ലാം അടിവശത്ത് കിടപ്പുണ്ട്. ഈ കലുങ്ക് അടിയന്തരമായി പുനർനിർമ്മിക്കണം. കാരണം നിരവധി വാഹനങ്ങൾ ഇതിലേ പോകുന്നു. ഈ സ്കൂളുമായി ബന്ധപ്പെട്ടാണെങ്കിലും രജിസ്ട്രേഷൻ ഓഫീസും മറ്റ് ഓഫീസുകളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നിരവധി വാഹനങ്ങൾ ഈ മുണ്ടിയുമായി ബന്ധപ്പെടുന്നതാണ്. കാൽനട യാത്രികർക്കും അപകട ഭീഷണി നിലനിൽക്കുന്നു. വെളിച്ചമില്ലെങ്കിൽ കാൽനട യാത്രക്കാരും കാലിടറി ആറ്റിൽ വീഴുമെന്നാണ് ആശങ്ക. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാറി നിന്ന മഴ വീണ്ടും ശക്തി ആർജിച്ചതും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ ഗതാഗത കുരുക്ക് മുറുകുന്നതും ഓണക്കാലത്ത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക. കഴിഞ്ഞ 2 മാസക്കാലമായി മൂന്നാറിൽ വലിയ തോതിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നില്ല. വരാൻ പോകുന്ന ഓണാവധിയിലാണ് വിനോദസഞ്ചാര മേഖലയുടെ പ്രതീക്ഷ. തിരക്കേറുമ്പോൾ ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു മൂന്നാർ ഉൾപ്പെടെ ഹൈറേഞ്ച് മേഖലയിൽ ആകെ ഉണ്ടായിരുന്നത്. എന്നാൽ മഴ വീണ്ടും ശക്തി ആർജിച്ചിട്ടുള്ളത് ഓണക്കാലത്ത് വിനോദസഞ്ചാര മേഖലയ്ക്കും ഒപ്പം വ്യാപാര മേഖലയ്ക്കും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിനെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആശങ്കയോടെ നോക്കിക്കാണുകയാണ്. മധ്യവേനലവധിക്ക് ശേഷം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞിരുന്നു. സഞ്ചാരികൾ വന്നു പോകുന്നുവെങ്കിലും കഴിഞ്ഞ 2 മാസക്കാലമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവില്ല. വരാൻ പോകുന്ന ഓണാവധിയിലാണ് വിനോദസഞ്ചാര മേഖലയും ഒപ്പം വ്യാപാര മേഖലയുടെയും പ്രതീക്ഷ. വലിയൊരു പ്രതീക്ഷയോടെയാണ് ഓണ സീസൺ മൂന്നാറിലെ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രാഫിക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും മൂന്നാറിന് ശാശ്വതമായ ഒരു ടൂറിസം വളർച്ച ഉണ്ടാകില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിന് ഗൗരവമായി കണ്ടുകൊണ്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഓണാവധി ആഘോഷങ്ങൾക്കായുള്ള ബുക്കിംഗ് ഹോം സ്റ്റേകളും റിസോർട്ടുകളിലും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാവുകയും നേരിമംഗലം മുതൽ ഗതാഗതക്കുരുക്ക് രൂപം കൊള്ളുകയും ചെയ്താൽ സഞ്ചാരികൾ അവധിക്കാലം ആഘോഷമാക്കാൻ മറ്റിടങ്ങൾ തെരഞ്ഞെടുക്കുവാനുള്ള സാധ്യത കൂടുതലെന്ന് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിലയിരുത്തുന്നു. ഇത് മുമ്പിൽ കണ്ട് സഞ്ചാരികളുടെ തിരക്കേറുമ്പോൾ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാതിരിക്കുവാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തുകയും ഇക്കാര്യങ്ങളിൽ വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കവും ഏകോപനവും ഉണ്ടാവണമെന്നതാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടം സർക്കാർ തലത്തിൽ ശക്തിപ്പെടുത്തണമെന്ന് കോൺഗ്രസ് രാജക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി. ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കൾ വീടുകളിൽ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും മാതാപിതാക്കൾ ഇവരുടെ മർദ്ദനത്തിനിരയായി മരണപ്പെടുന്ന സാഹചര്യം വരെ വർദ്ധിക്കുകയാണെന്നും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാട് ഒന്നിച്ചു നിൽക്കണമെന്നും ജോഷി കന്യാകുഴി ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്ന് അമിതമായ മയക്കുമരുന്ന് ഉപയോഗം കൂടിയിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതലും യുവാക്കളിലും യുവതികളിലുമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കലാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സുലഭമായി കിട്ടുന്ന ഒരു സംഭവമായി മയക്കുമരുന്ന് മാറിയിരിക്കുകയാണ്. അത് യുവാക്കളെന്നോ യുവജനങ്ങളോ എന്നോ നോക്കാതെ എല്ലാവരും മയക്കുമരുന്നിന് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 100 കണക്കിന് യുവാക്കൾ മയക്കുമരുന്നിന് അടിമയായി വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് അപ്പനെയോ അമ്മയെയോ പെങ്ങന്മാരെയോ അറിയാത്ത അവസ്ഥയിലോട്ട് മാറിക്കൊണ്ട് അക്രമാസക്തരാകുകയാണ്. പല വീട്ടിലും ഈ മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഭീതിയിൽ പല കാരണന്മാരും കൊല്ലപ്പെടുക വരെയും ചെയ്തിട്ടുണ്ട്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. കാരണം ഇന്ന് ഈ തലമുറ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ആ തലമുറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ട യുവാക്കൾ ഇന്ന് ഈ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമയാകുമ്പോൾ അതിനൊരു നിയന്ത്രണം വരുത്തിക്കൊണ്ട് ആളുകളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ചെക്കിങ്ങുകൾ നടത്തിക്കൊണ്ട് ഇതിനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടവേള. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കർഷക ഭാരതി അവാർഡ് കരസ്ഥമാക്കിയ കട്ടപ്പന സ്വദേശിയായ മാധ്യമപ്രവർത്തകനായ അനു ദേവസിക്ക് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ആദരവ് നൽകി. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചാക്കുമുട്ടിൽ നേതൃത്വത്തിൽ പ്രവർത്തകർ അനുവിന്റെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത്. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകുന്ന കർഷക ഭാരതി അവാർഡ് ഇത്തവണ ലഭിച്ചത് കട്ടപ്പന സ്വദേശിയായ അനു ദേവസ്യയ്ക്കാണ്. കഴിഞ്ഞ ഒരു വർഷം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അനു ദേവസ്യയുടെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും വീഡിയോ സ്റ്റോറികളും അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം നൽകിയത്. ലേഖനങ്ങളിലൂടെ അഗ്രോ ഇക്കോളജി, സ്മാർട്ട് ഫാമിംഗ്, മണ്ണിൽ ജൈവ കാർബൺ നിലനിർത്തി കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകത മുതലായ വിഷയങ്ങളും കാർഷിക മേഖലയിൽ വിജയം നേടിയ നിരവധി കർഷകരെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യുവതലമുറ കാർഷിക മേഖലയിൽ നിന്നും പിന്തിരിയുന്ന കാലത്ത് കാർഷിക മേഖലയിൽ വിജയം നേടിയ യുവ കർഷകരുടെ വിജയഗാഥകൾ വായനക്കാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അവാർഡ് നേടിയ അനു ദേവസിയെ കട്ടപ്പന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു. ആ ഒരു പഠനം പ്രിയപ്പെട്ട അനുവിന് ഒരുപാട് ഗുണം ചെയ്തു. ഞാനത് കുട്ടിയോട് വീണ്ടും അനുവിനോട് ആവശ്യപ്പെടുന്നത് ഇതൊരു പുസ്തക രൂപത്തിൽ ആക്കി ജനങ്ങൾക്കിലേക്ക് എത്തിക്കുകയും ജനങ്ങളെ അറിയുകയും നമ്മുടെ നാട് നേരിടുന്ന കാർഷിക മേഖല നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അറിയാനുള്ള ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ, മറ്റു നേതാക്കൾ, പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ കട്ടപ്പന. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡോളി സുനിലിനെ തെരഞ്ഞെടുത്തു. LDF സ്ഥാനാർത്ഥി ഉഷാ മോഹനെ 5-നെതിരെ 7 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഡോളി സുനിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്. UDF ധാരണ പ്രകാരം കോൺഗ്രസിലെ ആൻസി തോമസ് രാജിവെച്ചതിനെ തുടർന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തോപ്രാംകുടി ഡിവിഷനിൽ നിന്ന് ജയിച്ച ഡോളി സുനിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്. 13-അംഗ ഭരണസമിതിയിൽ UDF 8, LDF 5 എന്നിങ്ങനെയാണ് അംഗങ്ങൾ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റിൻജ മോൾ വർഗീസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ RR സുഹ്റയെ മുഖ്യ ഭരണാധികാരിയായിരുന്നു. പിന്നീട് LDF-ലെ ഉഷാ മോഹനെ 5-നെതിരെ 7 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി.
സത്യപ്രതിജ്ഞ ചെയ്ത ഡോളി സ്ഥാനമേൽക്കുകയും ചെയ്തു. ഡോളി സുനിലിന് ആശംസ അറിയിച്ചുകൊണ്ട് UDF നേതാക്കളായ DCC പ്രസിഡന്റ് CP മാത്യു, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, UDF ജില്ലാ കൺവീനർ MJ ജേക്കബ്, ജോയി കൊച്ചുകരോട്ട, അനീഷ് ജോർജ, തോമസ് പെരുമന, N പുരുഷോത്തമൻ, ആൻസി തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് അംഗമായ അഡ്വക്കേറ്റ് എബി തോമസ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം BDO ഷൈജി P കോയ മുൻപാകെ രാജി സമർപ്പിച്ചു. ഇനി തുടർന്നുള്ള ഭരണകാലം കോൺഗ്രസ് പ്രതിനിധിയായിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനമേൽക്കുക. സിറ്റി വിഷൻ ഇടുക്കി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ, തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ, ജയറാണി പബ്ലിക് സ്കൂൾ എന്നീ സ്കൂളുകളിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടികൾ തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു VA, ജയേഷ് VG എന്നിവരുടെ നേതൃത്വത്തിൽ തുറന്നു പരിശോധിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും സ്ഥാപിച്ചിട്ടുള്ള പരാതിപ്പെട്ടികളിലെ പരാതികൾ എല്ലാ മാസവും സ്കൂൾ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ അതത് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ തുറന്നു പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. സ്കൂൾ തുറക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ വീതവും പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം മാസത്തിൽ ഒരു തവണ വീതവും കൃത്യമായി പരാതികൾ പരിശോധിക്കും. സ്കൂളിൽ പരിഹരിക്കേണ്ട പരാതികൾ അവിടെ തന്നെ പരിഹരിക്കുകയും നിയമപരമായ നടപടികൾ വേണ്ടതാണെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലാ കൺവെൻഷനും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. തൊടുപുഴ വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. KJU തൊടുപുഴ മേഖലാ പ്രസിഡന്റ് CM ഹുസൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അംഗങ്ങൾക്കുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം KJU സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബിജു ലോട്ടസും KJU ന്യൂസ് മാഗസിന്റെ പ്രകാശനം KJU ജില്ലാ പ്രസിഡന്റ് സജി തടത്തിലും നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയൻ, സെക്രട്ടറി CK നവാസ, കോടിക്കുളം പഞ്ചായത്ത് അംഗം പോൾസൺ മാത്യു, വീക്ഷണം ബ്യൂറോ ചീഫ് സാബു നെയ്യശ്ശേരി, സീനിയർ ജേർണലിസ്റ്റ് KG പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, കേരളത്തിൽ മാധ്യമ രംഗത്ത് നിർണായകമായ പല അഭിപ്രായങ്ങൾ പറയുന്നതിനും അതിനുപരി ഏറ്റവും സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നടത്തുന്ന സ്ഥൂലമായ അവരുടെ ഒരു പ്രവർത്തനം. പുതിയ ഭാരവാഹികളായി CM ഹുസൈൻ പ്രസിഡന്റായും അജേഷ് ഇടവെട്ടി സെക്രട്ടറി, TP സന്തോഷ് കുമാർ ഖജാൻജി, വൈസ് പ്രസിഡന്റുമാരായി ഷാജി ഓലിക്കൽ, ബേബി താന്നിക്കൽ, ടൈസിംഗ് പോൾ, ജോയിന്റ് സെക്രട്ടറിമാരായി ഫൈസൽ, പ്രവീൺ, ഹാരിസ് AA, സിബിൻ മറ്റപ്പള്ളി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ജയകൃഷ്ണൻ രമേശൻ, ജോലാൽ ജോസ, പ്രതീഷ് PT, റോബിൻ ജോസഫ്, NR ഹരിബാബു, AR അനീഷ, S ഷാനവാസ്, സോമി മുണ്ടക്കൽ എന്നിവരെ തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIയുടെ മുതിർന്ന നേതാവും പീരുമേട് MLAയുമായ വാഴൂർ സോമൻ അന്തരിച്ചു. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള ഹൃദയ ചികിത്സയ്ക്കുള്ള സൗകര്യം ഹൈറേഞ്ചിൽ ഇപ്പോഴും അന്യം. ഹൃദയ ചികിത്സയ്ക്ക് അയൽ ജില്ലകളെ ആശ്രയിക്കണം. ലൈഫ് ഭവന പദ്ധതി നിഷേധിക്കുന്നതായി പരാതി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴി 2ാം ഡിവിഷനിൽ പ്രിയദർശിനി കോളനി നിവാസി സ്വാമി സാമുവേലാണ് ചോർന്നൊലിക്കുന്ന വീട്ടിൽ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുന്നത്. വട്ടവടയിലെ നിർദ്ദിഷ്ട നീലക്കുറിഞ്ഞി ഉദ്യാനം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ വട്ടവട നിവാസികൾ. പ്രത്യേക സസ്യത്തിന്റെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന ദേശീയോദ്യാനമാണിത്.